വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി എം എം മണി. വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വിവരക്കേടെന്നും UDF സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ കുറവാണ് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്നും എം എം മണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വൈദ്യുതി ഉൽപ്പാദനം കുറയുമ്പോൾ കരാറുണ്ടാക്കി മറ്റിടങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങണം. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണമില്ലാതിരുന്നത് മറ്റിടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയതുകൊണ്ടാണെന്നും എം എം മണി പറഞ്ഞു. കേൾക്കാം. ഇവിടെ വൈദ്യുതി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ സംസ്ഥാനമാണ്. ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി ഇല്ല, പണ്ടുമില്ല, ഇന്നുമില്ല. അത് സത്യം. പക്ഷേ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതല്ലേ നോക്കേണ്ടത്. കാലങ്ങളായ അതാ കിടക്കുന്നത്. അന്യയോധപ്പാണേലും ഏത് യോധപ്പാണേലും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ വൈദ്യുതി കട്ട് ഇല്ലാതെ ഒഴിവാക്കാം. 2 മാസമായി എന്നുള്ളതല്ല കാലയളവ്. വിവരം വേണം തലയ്ക്ക്, അത് കുറവാണ്. യാഥാർത്ഥ്യ ബോധം വേണം. വൈദ്യുതി യഥാർത്ഥത്തിലുണ്ടോ? ഇപ്പോൾ പോരെ, മഴ കുറഞ്ഞപ്പോൾ വൈദ്യുതി ഡാമുകളിൽ വെള്ളം കുറയും, അപ്പോൾ ഉൽപ്പാദനം കുറയും. ആ പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും മന്ത്രിമാർക്കും ഈ ഗവൺമെൻറ്റിനും UDF-നും കാഴ്ചപ്പാട് വേണം. കരാറുണ്ടാക്കിയാൽ ഇഷ്ടം പോലെ വൈദ്യുതി കിട്ടും. വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. തിരുവനന്തപുരം വൈദ്യുതി ഭവനിലേക്ക് DYFI പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തും. രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, മണിയാശാൻ പൊട്ടിത്തെറിക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് മറ്റിടങ്ങളിൽ നിന്ന് കരാർ വെച്ച് വൈദ്യുതി വാങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മണിയാശാൻ പറയുന്നത്. ഒരു കാര്യം ശരിയാണ് കേട്ടോ, മണിയാശാന്റെ സമയത്താണ് ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണം ഗ്രാമങ്ങളിലും മലമുകളിൽ കടന്നുമൊക്കെ വൈദ്യുതീകരണം നടപ്പിലാക്കാൻ യജ്ഞം KSEB ഏറ്റെടുക്കുന്നതും അത് വിജയിപ്പിക്കുന്നതും. കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ കാര്യമായ വൈദ്യുതി തടസ്സത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുമില്ല. ചില്ലറ വൈദ്യുതി നിയന്ത്രണങ്ങളുണ്ട് എന്നതല്ലാതെ. അത് മണിയാശാൻ പറയുന്നത് കറക്റ്റുമാണ്. അപ്പോൾ മണിയാശാൻ പറയുന്നത് എന്താണ്, ഈ എല്ലിനൊന്നും ഒരു കാരണമല്ലേ കാലാവസ്ഥ മാറ്റമൊന്നും? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ എം എം മണിയുടെ കാലത്തെ പുകഴ്ത്തിക്കൊണ്ട് വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയും ചെയ്യുന്നത്. മണിയാശാൻ പല വിവരക്കേടുകൾ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ നല്ല കാലത്തെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മാറി വന്ന സാഹചര്യത്തിൽ രൂക്ഷ വിമർശനവുമായി എം എം മണി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ മാറിയിട്ട് 2 മാസമായേ ഉള്ളൂ. മഴയില്ല എന്ന് പറഞ്ഞാലും കാരണങ്ങൾ പലതാണെങ്കിലും മുൻകൂട്ടി കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് എം എം മണി പറയുകയും ചെയ്യുന്നത്. സംസ്ഥാനത്ത് 40% മാത്രമാണ് ഈ വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 60% സംസ്ഥാനത്തിന് വിവിധ പുറത്തു നിന്നും താപനിലയങ്ങളിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ 60% എന്നുള്ളത് 70% അല്ലെങ്കിൽ 80% കൂടുതൽ വാങ്ങേണ്ടി വരും. അതിന് കരാർ ഒപ്പിട്ടുകൊണ്ട് കൂടുതൽ വൈദ്യുതി വാങ്ങണം. അല്ലാതെ ഈ മഴയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സർക്കാർ മാറിയതിന്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനാകില്ല എന്നാണ് പറയുന്നത്. എന്തായാലും VD സതീശനും നിലവിലെ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിനടക്കം വിവരക്കേടാണെന്ന ഒരു വിമർശനം കൂടി എം എം മണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇല്ലാത്ത പ്രതിസന്ധി ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മാറി വന്ന സാഹചര്യത്തിൽ അതിരൂക്ഷ വിമർശനവുമായി എം എം മണി രംഗത്തെത്തുമ്പോൾ മണിയാശാൻ പറയുന്ന കാര്യത്തിലും അല്പം കാര്യമുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, രാഹുൽ സുരേഷാണ് നമുക്കൊപ്പം ചേർത്തത്. താങ്ക് യു രാഹുൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മണിയാശാൻ പറഞ്ഞത് UDF സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ളതാണ്. ഒരു കാര്യം സത്യമാണ് കേട്ടോ, മണിയാശാന് മൈക്കിൾ ഫാരഡയെ കുറിച്ചൊന്നും കാര്യമായ ഒരു പക്ഷേ അറിവുണ്ടാവണമെന്നില്ല. പക്ഷേ സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരും എന്നുള്ളത് മണിയാശാൻ അറിയാം. അത് കറണ്ട് വരുത്താനുള്ള സംവിധാനങ്ങൾ എങ്ങനെ പണിയെടുപ്പിക്കണം എന്നുള്ളതും മണിയാശാൻ അറിയാം. അങ്ങനെയാണ് കേരളത്തിൻ്റെ കുന്നും മലകളും ഒക്കെ കടന്ന് സാർവത്രിക വൈദ്യുതീകരണം പൂർത്തിയാക്കുന്നത്. വൈദ്യുതി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് അന്നത്തെ സർക്കാരിൻ്റെ നയമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മഴ കിട്ടി, മഴ കുറച്ച് കൂടുതലും കിട്ടി. പ്രളയം, ഡാം തുറക്കുന്നതിനൊക്കെ വലിയ വിവാദമുണ്ടായി. ഇപ്പം തുറക്കാൻ പോയിട്ട് ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോയിട്ടും വെള്ളമില്ല എന്നുള്ളതാണ് അവസ്ഥ. കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമാണ്, ഇല്ലെന്ന് നമ്മൾ പറഞ്ഞാലും. പക്ഷെ അപ്പോഴും ചോദ്യം സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ നിർദ്ദേശം വരികയാണ് മറ്റിടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ. കുറച്ച് നേരത്തെ ചെയ്യണ്ടേ, ഇതൊക്കെ മുൻകൂട്ടി കാണണ്ടേ എന്നുള്ളതാണ് ചോദ്യം.